السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, നാം നിലകൊള്ളുന്നത് സഫർ മാസത്തിലാണല്ലോ. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം നമ്മിലേക്ക് കടന്നു വരികയാണ്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ഓരോ വിശ്വാസിയുടെയും ഹൃദയത്തിൽ അത് ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും നിമിഷങ്ങളാണ്. ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പാടിയും പറഞ്ഞും എഴുതിയുമൊക്കെ വാനോളം പുകഴ്ത്തുന്ന അസുലഭ നിമിഷമാണല്ലോ പരിശുദ്ധമായ റബീഉൽ അവ്വൽ എന്ന് പറഞ്ഞാൽ. കോടിക്കണക്കിന് വിശ്വാസികളുടെ ഹൃദയത്തിലെ കിരീടം വെക്കാത്ത രാജകുമാരനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം ഒരിക്കൽ കൂടി നമ്മിലേക്ക് കടന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, ആ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്, സമയം കണ്ടെത്തേണ്ടതുണ്ട്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ധാരാളമായ സ്വലാത്തുകൾ ചൊല്ലി ചൊല്ലി ഹബീബായ മുത്തിനോടുള്ള സ്നേഹം നമ്മൾ അധികരിപ്പിക്കേണ്ടതുണ്ട്. ആ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുചര്യകളെ, തിരുസുന്നത്തുകളുടെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും നമ്മുടെ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുകയും അവരുടെ ജീവിതത്തിലും ഹബീബായ മുത്തുനബിയുടെ തിരുചര്യകളെ പകർത്താൻ വേണ്ടി നമ്മൾ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണം. പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിന്റെ ഒരൽപഭാഗമെങ്കിലും നമുക്ക് പറയാനും അത് പഠിക്കാനും അത് കേൾക്കാനും ഒക്കെ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഏറ്റവും കൂടുതൽ പ്രയാസങ്ങളും പ്രതിസന്ധികളിലൂടെയും ജീവിതം കടന്നുപോയ ലോകത്തെ ഉന്നതനായ ഒരു നേതാവുണ്ടെങ്കിൽ അത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നമുക്കറിയാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരാണ്. 5 നബിമാരാണ് ഉലുൽ അസ്മുകളിൽ പെടുന്നത്. നബിമാരിൽ തന്നെ ഏറ്റവും ഉന്നതരായ 5 ആളുകളാണ് ഉലുൽ അസ്മുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അവർക്ക് ഉലുൽ അസ്മുകൾ എന്നുള്ള ആ ഒരു സ്ഥാനപ്പേര് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കാനുള്ള കാരണം? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധന വഴിയിൽ അവർ നേരിട്ട പ്രയാസങ്ങളും പ്രതിസന്ധികളും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിറവേറ്റി. ആ ഒരു കാരണം കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഉലുൽ അസ്മുകൾ, അവർ കൈക്കൊണ്ട ആ ക്ഷമയും ആ സഹനവും അതിനു പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കൊടുത്ത ഉന്നതമായ സ്ഥാനമാണ് ഉലുൽ അസ്മുകൾ എന്ന ലെവലിലേക്ക്, എന്ന നിലയിലേക്ക് അവർ ഉയർത്തപ്പെട്ടത്. അതിൽ തന്നെ ഒന്നാമതായി നിൽക്കുന്നത് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം, അവിടുത്തെ ആ ഒരു ബയോഗ്രഫി നമ്മൾ പഠിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും എങ്ങനെ തരണം ചെയ്യാം, അതിനെയെല്ലാം എങ്ങനെ തരണം ചെയ്ത് മുന്നേറാം എന്നുള്ള വലിയ ഒരു മെസ്സേജ്, വലിയൊരു പാഠം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രം പഠിക്കുന്നതിലൂടെ നമുക്ക് നേടാനാകും എന്നുള്ളതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത്. അതുകൊണ്ട് പരിശുദ്ധമായ ഈ റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നമുക്ക് അല്പം പഠിക്കണം. നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതുവഴിയായി ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം നമ്മളെ ഖൽബിൽ അധികരിക്കണം. സലാത്തുകൾ ധാരാളമായി നമ്മൾ ചൊല്ലണം. സലാത്തുകൾ ചൊല്ലാൻ ഒരിക്കലും ഒരു മടിയും നാം കാണിക്കാൻ പാടില്ല. വിശുദ്ധമായ റബീഉൽ അവ്വൽ നമ്മിലേക്ക് വരുമ്പോഴേക്ക് 1,00,000 സലാത്ത്, അല്ലെങ്കിൽ 10,000 സലാത്ത്, 1,00,00,000 സലാത്ത് ഞാൻ ചൊല്ലും എന്ന് നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കുകയാണെങ്കിൽ ആ റബീഉൽ അവ്വൽ 12 വരുമ്പോഴേക്ക് ലക്ഷക്കണക്കിന് സലാത്തുകൾ ചൊല്ലി അത് ഹബീബായ മുത്തിന്റെ ഹളറത്തിലേക്ക് സമർപ്പിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കുകയും അങ്ങനെ ഒരു തീരുമാനം എടുക്കുകയും നമ്മുടെ വീട്ടിലുള്ളവരെ കൊണ്ടും ഒരു തീരുമാനം എടുപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമ്മൾ കാണിക്കുന്ന വല്ലാത്തൊരു സ്നേഹപ്രകടനമായിരിക്കും അത് എന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.
നമ്മൾ ധാരാളമായി ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. 5 വഖ്ത് നിസ്കാരങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. സുന്നത്ത് നിസ്കാരങ്ങൾ എത്രയോ നമ്മൾ നിർവഹിക്കുന്നുണ്ട്. നോമ്പ് നോൽക്കുന്നുണ്ട്, സക്കാത്ത് കൊടുക്കുന്നുണ്ട്, ഹജ്ജ്, ഉംറ, അങ്ങനെ ധാരാളമായ സൽക്കർമ്മങ്ങൾ, ഇബാദത്തുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഇബാദത്തുകളൊക്കെ അല്ലാഹു തആല സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ്. കാരണം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഒരു റക്അത്ത് പോലും അല്ലാഹ് എന്നുള്ള ചിന്തയിൽ മാത്രമായി ഒരുപക്ഷെ നമ്മൾ ഇതുവരെ നിസ്കരിച്ചിട്ടുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് നമ്മുടെ നിസ്കാരത്തിന്റെ കണക്ക് പറഞ്ഞ റബ്ബേ എനിക്ക് സ്വർഗം തരണം എന്ന് ചോദിക്കാനുള്ള അവകാശം? എന്നാൽ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഇബാദത്താണ്, അമലാണ് സ്വലാത്ത്. അദിമിസ്സലാത അലൻ നബിയ്യി മുഹമ്മദി ഫഖബൂലുഹാ ഹത്മൻ ബിദൂനി തറദ്ദുദി. ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിലുള്ള സ്വലാത്തുകളെ നിങ്ങൾ നിത്യമാക്കണം, അധികരിപ്പിക്കണം. നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന ഇബാദത്താണ് സ്വലാത്ത് എന്നുള്ളത്. എന്നാൽ അഅ്മാലുനാ ബൈനൽ ഖബൂലി വറദ്ദിഹാ ഇല്ല സ്വലാത അലൻ നബിയ്യി മുഹമ്മദി. നമ്മൾ ചെയ്യുന്ന അമലുകൾ അത് സ്വീകരിക്കുമോ ഇല്ലയോ, അല്ലാഹു തആല തള്ളിക്കളയുമോ സ്വീകരിക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ ഒരു വകുപ്പുമില്ല. പക്ഷേ ഇല്ല സ്വലാത അലൻ നബിയ്യി മുഹമ്മദി, ആരംഭപ്പൂവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുണ്ടല്ലോ, ആ സ്വലാത്ത് നിർബന്ധമായും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധമായ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് ഇത്ര സലാത്ത് ഞാൻ ചൊല്ലുമെന്ന് ഇന്ന് തന്നെ നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി സലാത്ത് ചൊല്ലുകയും സലാത്തുകൾ ചൊല്ലി 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 മദീനയിലേക്ക് എത്തുന്നവരിൽ, മനാമിലും യഖ്ളത്തിലും ഹബീബായ മുത്തുനബിയെ കാണുന്നവരിൽ, നാളെ ഖബറിലും മഹ്ശറയിലും ഒക്കെ ഹബീബായ മുത്തുനബിയുടെ ശഫാഅത്ത് ലഭിക്കുന്നവരിലൊക്കെ സാധുക്കളായ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് വിശുദ്ധമായ റബീഉൽ അവ്വൽ ആകുമ്പോഴേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഒരല്പം നമുക്ക് ചർച്ച ചെയ്യാം. അത് പഠിക്കാനും കേൾക്കാനും ഒക്കെ അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അത് അസാധ്യമായ കാര്യമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തീർക്കാൻ ഒരുങ്ങി വന്നവർക്കാർക്കും അതിന് സാധിച്ചിട്ടില്ല. മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ ഫയുഅരിബ അൻഹു നാതിഖും ബിഫമി. ഫഇന്ന ഫളല റസൂലില്ലാഹി ലൈസ ലഹു ഹദ്ദുൻ, അള്ളാഹുവിന്റെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠത അതിനൊരു പരിധിയുമില്ല, അതിനൊരു പരിമിതിയുമില്ല. فإن فضل رسول الله ليس له حد فيعرب عنه ناطق بفمه. ഒരാൾക്കും ഹബീബായ മുത്തുനബിയുടെ മഹത്വങ്ങൾ, അവിടുത്തെ ആ ജീവ ചരിത്രങ്ങളെ, വിശാലതകളെ അവിടുത്തെ കുറിച്ച് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല എന്ന് മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ലോക പ്രശസ്തമായ അവിടുത്തെ ഖസീദത്തുൽ ബുർദയിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം എന്ന് പറഞ്ഞിട്ടാണ് ഹബീബായ മുത്തുനബിയെ നമുക്ക് ഖസീദത്തുൽ ബുർദയിലൂടെ മഹാനായ ഇമാം ബുസൂരി തങ്ങൾ പരിചയപ്പെടുത്തി തന്നത്. അത്രയേ നമുക്ക് കഴിയുകയുള്ളൂ. ഫമബ്ലഗുൽ ഇൽമി ഫീഹി അന്നഹു ബശറുൻ, ആ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ബശറാണ്, ഒരു മനുഷ്യൻ തന്നെയാണ്. എങ്ങനത്തെ ആളാണെന്നറിയുമോ? വഅന്നഹു ഖൈറു ഖൽഖില്ലാഹി കുല്ലിഹിം, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ സൃഷ്ടികളെക്കാളും ശ്രേഷ്ഠരായ ഉത്തമരായ സൃഷ്ടിയാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന അങ്ങേയറ്റത്തെ പ്രശംസ നൽകിക്കൊണ്ടാണ് മഹാനായ ഇമാം ബുസൂരി റഹ്മത്തുള്ളാഹി അലൈഹി ഖസീദത്തുൽ ബുർദയിലൂടെ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് അവതരിപ്പിച്ചു തരുന്നത്, നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഒരിക്കലും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തീർക്കാനോ എഴുതി തീർക്കാനോ സാധ്യമല്ല. അത് അസാധ്യമായ കാര്യമാണ്. ഈ ലോകത്തുള്ള മുഴുവൻ വെള്ളവും മഷിയായി ഉപയോഗിച്ചാലും, ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങളും പേനകളായി ഉപയോഗിച്ചാൽ പോലും എഴുതി തീർക്കാൻ പറ്റാത്തത്രയും വിശാലമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്ര വിശാലമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം.
അത്രയും ഉന്നതമായ സ്ഥാനത്തിരിക്കുന്ന ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് നാം അറിയണം. അവിടുത്തെ അധ്യാപനങ്ങൾ നമ്മുടെ മക്കളിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കണം. അവിടുത്തെ തിരുചര്യകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടുവരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനൊക്കെയുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ചാനലിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഹബീബായ മുത്തുനബിയുടെ ആ ഒരു ബയോഗ്രഫി, ആ ഒരു ജീവിത ചരിത്രം വളരെ അല്പാൽപമായി ചെറിയ ഭാഗങ്ങളായി ഇൻഷാ അല്ലാഹ് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളൊക്കെ അത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ മക്കൾക്ക് ഹബീബായ മുത്തുനബിയുടെ ആ ഒരു നല്ല സ്വഭാവങ്ങളെയൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ആ മക്കളിലേക്ക് അത് പകർന്നു കൊടുക്കുകയും അവരുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യണമെന്ന് വളരെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും പൂർത്തിയാക്കി തരട്ടെ. ഹബീബായ മുത്തുനബിയോടുള്ള മഹബ്ബത്ത് നമ്മളെ ഖൽബിൽ അല്ലാഹു അധികരിപ്പിച്ചു തരട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.